മലയാളത്തിൻ്റെ അനശ്വര നടനായിരുന്ന സത്യൻ, അദ്ദേഹം മരിച്ചിട്ട് ഫിനിഷ് ചെയ്യാതിരുന്ന പൂർത്തീകരിക്കാതിരുന്ന കുറേയേറെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഇതിന് ചിലതൊക്കെ പൂർത്തീകരിച്ച് വരികയും ചെയ്തു. അങ്ങനെയുള്ള ചില പടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ചാനലിൽ പറഞ്ഞു. അതിൽ പലരും അന്ന് അവകാശപ്പെട്ട ഞങ്ങളുടെ പടത്തിലാണ് സത്യൻ അവസാനമായിട്ട് അഭിനയിച്ചത്, ഇതേ അല്ലല്ല ഞങ്ങളുടെ പടത്തിലാണ് അഭിനയിച്ചത് എന്നും പറഞ്ഞിട്ട് ഈ അവസാനത്തെ പടം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ പിന്നീട് വരുമ്പോൾ പ്രദർശനത്തിന് എത്തുമ്പോഴോ കുറെ കൂടെ കളക്ഷൻ കിട്ടും എന്ന് കരുതിയിട്ടാവും ഇവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശരശയ്യ എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം, അന്ന് ചലച്ചിത്ര പ്രസിദ്ധീകരണം ചിത്രരമ, സിനിരമ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വന്നിരുന്ന വാർത്തയുണ്ടായിരുന്നു. ചിത്രാഞ്ജലിക്ക് വേണ്ടിയിട്ട് KSR മൂർത്തി നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചേട്ടൻ KS സേതുമാധവൻ സംവിധാനം ചെയ്യുന്ന ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിലെ ആണ് സത്യൻ അവസാനമായിട്ട് അഭിനയിക്കുന്നത്. അത് വളരെ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ആരോടും തൻ്റെ അതിഗുരുതരമായിട്ടുള്ള ഈ രോഗാവസ്ഥ പറയാതെ, ആരും അറിയാതെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ചിലപ്പോൾ പോയിട്ട്, അല്ലെങ്കിൽ ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ വണ്ടി ഓടിച്ച് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിട്ട്, ഡോക്ടർക്കും അത്യാവശ്യം നഴ്സുമാർക്കും ഒക്കെ അറിയാവുന്നൊരു കാര്യം, വേറെ ആർക്കും അറിയില്ല, അവിടെ പോയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ടൊക്കെ തിരിച്ചു വരും, ആരും അറിയാത്ത രീതിയിൽ. അങ്ങനത്തെ ഒരു തൻ്റേടിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈ സത്യൻ. അപ്പം അദ്ദേഹം ഈ ഇൻക്വിലാബ് സിന്ദാബാദിൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ടാണ് സേതുമാധവൻ്റെ അടുക്കൽ പെർമിഷൻ വാങ്ങിച്ചിട്ട്, ഷോട്ട് കഴിഞ്ഞു പോകാനുള്ള അനുവാദം വാങ്ങിച്ചിട്ട് പുള്ളി തിരിച്ച് ഈ ബ്ലഡ് മാറ്റാൻ വേണ്ടിയിട്ട്, രക്തം മാറ്റാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പക്ഷെ അന്നേരം എനിക്ക് വളരെ വേദന തോന്നിയതൊക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സാധാരണ ഇതിൽ സിനിമകൾ ഷൂട്ടിങ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് വരുന്നത്, ഇതിൽ അഭിനയിക്കാൻ വരുന്ന നടീനടന്മാർ പൊതുവെ അവർക്ക് കൊടുക്കുന്ന കോസ്റ്റ്യൂം, ചിലപ്പോൾ അതിലെ ചില സാരി ഇവർക്ക് നടിമാർക്ക് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചില ഷർട്ടുകൾ, ചില പാൻസുകൾ, അല്ലെങ്കിൽ ചില കോട്ടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വേഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് പല താരങ്ങളും ഇത് എനിക്ക് തന്നേക്കോ, ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. പലരും ചോദിക്കാതെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അന്നത് അങ്ങനെ ഒരു സംഭവമുണ്ട്. പലരും ഈ കോസ്റ്റ്യൂം എടുത്തോണ്ട് പോവുക, അല്ലെങ്കിൽ ഞാനത് എടുക്കും കേട്ടോ, അല്ലെ ഞാനത് കൊണ്ടുപോകട്ടെ എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കുറെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ആവശ്യപ്പെടാത്ത ഒരു ആർട്ടിസ്റ്റായിരുന്നു. അത് പ്രൊഡ്യൂസറുടെ മുതൽ, പ്രൊഡ്യൂസർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അത് എനിക്ക് പടത്തിൽ അഭിനയിക്കാനായിട്ട്, കഥാപാത്രത്തിന് ഇടാനായിട്ട് തരുന്ന വേഷം ദാറ്റ്സ് ഓൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സത്യൻ. പക്ഷേ ഈ ഇൻക്വിലാബ് സിന്ദാബാദിലെ വേണു എന്ന് പറഞ്ഞൊരു വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, വേണു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, അഭിനയിക്കുന്ന ഈ സത്യന് ഒരു ചെക്ക് ഡിസൈനുള്ള, കളങ്കളം ഡിസൈനുള്ള ഒരു ഷർട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഫോട്ടോ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു ചെക്ക് ഷർട്ട് സത്യന് ഇടാനായിട്ട് കൊടുക്കുന്നു. സത്യൻ അതൊരു ചെക്ക് ഷർട്ട് ഇട്ടിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ ഈ പോകുന്നതിന് മുമ്പായിട്ട് സത്യൻ ഈ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുമല്ലോ. ആ സമയത്ത് സേതുമാധവനോട് ഒരു, സേതു ഷൂട്ടിങ് കഴിയുമ്പോൾ ഈ ഷർട്ട് എനിക്ക് തന്നേക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഞാനിതാ മൂർത്തിയോട് പറയാമല്ലോ എന്ന്. അപ്പം തന്നെ മൂർത്തി, അനിയനാണ്, പ്രൊഡ്യൂസറാണ്, വിളിച്ചിട്ട് പറഞ്ഞു, മൂർത്തി ഇതിങ്ങനെ സത്യൻ മാഷ് ഇത് ചോദിക്കുന്നുണ്ട്, കൊടുക്കണം കേട്ടോ. ഓക്കെ, കൊടുത്തേക്കാന്ന് പറയുന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്ന സത്യൻ അത് കൊടുക്കേണ്ടി വന്നില്ല. അവിടുന്ന് യാത്ര പറഞ്ഞു പോയപ്പോൾ അവസാന യാത്രയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്ന സത്യൻ്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. അപ്പം മൂർത്തിയുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ആ സമയത്ത് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സത്യൻ മാഷ ആവശ്യപ്പെട്ടതുപോലെ ഈ ഷർട്ട് ഉപയോഗിച്ച ഷർട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിങ്കൽ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അത് വളരെ ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഈ ഇൻക്വിലാബ് സിന്ദാബാദിന് എൻ്റെ മനസ്സിലൊരു വലിയ സ്ഥാനമുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി പോയി കണ്ടൊരു പടമാണ്. പക്ഷേ എനിക്ക് തോന്നി സത്യൻ്റെ മരണത്തോടുകൂടി കഥാഗതിയിലൊക്കെ കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു. പിന്നെ അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞു കേട്ടൊരു കാര്യം, പുന്നപ്ര വയലാറിൻ്റെയോ അതോ പുന്നപ്ര വയലാറാണോ, അത് കഴിഞ്ഞിട്ടുള്ളതാണ്, ഏതോ ഈ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് പോലീസ് ഇൻസ്പെക്ടറായിട്ടിരുന്ന സത്യൻ പലരും വളരെ ക്രൂരനായിട്ടുള്ള, വളരെ കർക്കശ സ്വഭാവമുള്ള, അതികഠിന ഹൃദയനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈ സത്യനേശ നാടാർ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ. അദ്ദേഹം SL പുരം സദാനന്ദനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിനെ മുട്ടുകുത്തി നിർത്തിയിട്ട് ഈ അതിൻ്റെ മുകളിൽ തടിയൻ പോലീസുകാരനെ പിടിച്ചിരുത്തിയിട്ട് മുട്ടയില ഇഴയിപ്പിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ശിക്ഷാരീതികളൊക്കെ അന്ന് പോലീസ് സ്റ്റേഷനിൽ മർദ്ദന മുറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് SL പുരം എഴുതിയിരുന്നൊരു കാര്യം ഞാൻ വായിച്ചത്, എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ച സത്യനെ ഞാൻ രചയിതാവ് എന്നുള്ള രീതിയിൽ സത്യനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഈ ചിത്രത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ഓർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥയിലേക്ക് വരാം.
ഇത് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിപ്ലവ പാർട്ടിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട അതിലെ ഒരു സഖാവിൻ്റെ കഥയാണ്. സഖാവ് ശ്രീധരൻ, മധുവാണ് ആ വേഷം ചെയ്യുന്നത്, മധു സാറ്. അപ്പോൾ ഇദ്ദേഹം വളരെ ആദർശസമ്പന്നനായിട്ടുള്ള എല്ലാ രീതിയിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് മെനക്കെട്ട് 24 മണിക്കൂറും പാർട്ടി എന്ന് കരുതി ജീവിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ഒത്തിരി കൊടിയ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന, ഒളിവിൽ പോകേണ്ടി വന്ന, അതിൻ്റെ പേരിൽ വീട്ടിലൊക്കെ വലിയ പ്രശ്നമായി മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ കണ്ണീര് കുടിപ്പിക്കേണ്ടി വരുന്നത്. കാരണം ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്, എന്താണ്, പോലീസ് പിടിച്ചോ ഇല്ലയോ, മർദ്ദിച്ചോ, കൊന്നോ, തല്ലിക്കൊന്നോ, ഇതൊന്നും അറിയാൻ മേലാതെ വീട്ടുകാർ തിന്നുന്ന തീ, അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജിൽ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു സഖാവായിരുന്നു സഖാവ് ശ്രീധരൻ. മധുസാറ് ഇട്ട വേഷം ഈ സഖാവ് ശ്രീധരൻ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും സംഭവിക്കാറുണ്ട് പലപ്പോഴും. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ കാലം വരുവാണ്, അപ്പം സ്ഥാനാർത്ഥിത്വം മോഹിച്ച് വരുന്ന ആൾക്കാർ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിരുന്നവർക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്നില്ല, അതിന് പകരം വേറൊരാളെ കൊണ്ടുവന്നു, പുതിയൊരാളെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ പണക്കാരനാണ് അവിടെ മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്തും കേട്ടു, ഇനി നമ്മൾ കേൾക്കാൻ പോവുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ തന്നെ ഇതിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു സ്വാഭാവികമായിട്ട് ശ്രീധരനോ, അതായത് മധുസാറും പ്രതീക്ഷിച്ചിരുന്നു തനിക്കാണ് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള അവകാശം. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് നല്ല പിന്തുണയുള്ള സ്ഥലമാണ്, തീർച്ചയായിട്ടും ജയിക്കുക, MLA യോ മന്ത്രിയോ ഒക്കെ ആകാൻ സാധ്യതയുള്ള ഒരു ആളാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്നത്. പക്ഷേ പാർട്ടി അതിൻ്റെ നേതൃത്വം ശ്രീധരന് സീറ്റ് നിഷേധിക്കുകയാണ്. സീറ്റ് നിഷേധിച്ചു. പകരം കൊടുക്കുന്നത് ശ്രീധരന് ഒളിവിൽ പോകാനായിട്ട് സഹായം ചോദിച്ചിട്ട് അതിന് പോലും ഒരു സഹായം കൊടുക്കാതെ, സാമ്പത്തിക സഹായം ഒന്നും ചെയ്യാതെ, നീ ഇങ്ങോട്ട് വരേണ്ട, പോലീസിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ട ഒരു വക്കീലുണ്ട്, വക്കീൽ ചെറിയാൻ എന്ന് പറഞ്ഞാണ്, വീരരാഘവൻ നായർ, വീരനാണ് ആ വേഷം ചെയ്യുന്നത്. അപ്പം ഈ മധുസാറിന് അല്ലെങ്കിൽ ഈ ശ്രീധരന് കിട്ടേണ്ടിയിരുന്ന ഈ സ്ഥാനാർത്ഥിത്വം ഇത് നേരെ ഈ വക്കീലിൻ്റെ കയ്യിലേക്ക് പോവാണ്. ഇവർക്ക് വലിയ ഷോക്കായി പോയി എന്നുള്ളതാണ്. ഇനി ഇതിന് പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആള് അതിനോടൊക്കെ അവിടെയൊക്കെ പ്രസിദ്ധിയായി തീർന്ന ഒരു വേശ്യയുണ്ട്, അവരുടെ പേര് ടൂറിസ്റ്റ് രാജമ്മ എന്നാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടൂറിസ്റ്റ്, യാത്ര ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോകുന്ന ഒരു കക്ഷി എന്നുള്ള മട്ടില്ല, ടൂറിസ്റ്റ് രാജമ്മ എന്നാണ് പേര്. ഷീലയാണ് ആ വേഷം ചെയ്യുന്നത്. അപ്പോൾ ഷീല നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഉന്നത തലത്തിലുള്ള പലരുമായിട്ട് ബന്ധമൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഈ ടൂറിസ്റ്റ് രാജമ്മയുടെ വീട്ടിൽ ഇയാൾ സ്ഥിരമായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരാതി വരുന്നു. ഇത് കൂടാതെ പാർട്ടിയുടെ അനുമതി കൂടാതെ ഇയാളൊരു പെണ്ണിനെ കയറി പ്രേമിച്ചു കളയും. ജയഭാരതിയാണ് ആ വേഷം ചെയ്തത്, ഒരു ടീച്ചറാണ്, വാസന്തി അങ്ങനെ എന്താണ് പേര്, ടീച്ചറാണ്. ടീച്ചറിനെ കയറി പ്രേമിച്ചു കളയും. അത് ഈ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ സ്നേഹിച്ചു, അതൊരു തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 2 അലിഗേഷനാണ് ഇയാളുടെ പേരിൽ, ഈ ശ്രീധരൻ്റെ പേരിലുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ടൂറിസ്റ്റ് രാജമ്മ എന്ന് പറയുന്നത് ഇയാൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ഇയാൾ തടവിലായിരുന്നപ്പോൾ തടവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിച്ച ഒരു പെണ്ണാണ് ഈ ജയഭാരതി എന്ന് പറയുന്നത്. ഇയാളുടെ കാമുകി സ്ഥാനം വരുന്നത് ഇയാൾക്ക് വായിക്കാനായിട്ട് അച്ഛൻ്റെ പേര്, അച്ഛൻ അടൂർഭാസിയാണ്. ഈ ജയഭാരതിയുടെ അച്ഛൻ്റെ പേര് ഒരു പോലീസുകാരനാണ്, പാഞ്ചാലി രാമൻ നായർ എന്നാണ് പോലീസുകാരൻ്റെ പേര്. പുള്ളി പോലീസ് ആകേണ്ടിയിരുന്ന ആളല്ല, പുള്ളിക്ക് താല്പര്യം മുഴുവൻ കഥകളിയിലാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് പെൺവേഷം. അപ്പം ഈ പെൺവേഷത്തിൽ കെട്ടിയിട്ട് പാഞ്ചാലിയുടെ ജലപാതങ്ങളും ഇതൊക്കെ ആയിട്ട് ഈ കഥകളിയിലെ പെൺവേഷം, അതിൽ തന്നെ പാഞ്ചാലിയുടെ വേഷമാണ് പുള്ളി കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. പാഞ്ചാലി രാമൻ നായർ എന്നുള്ള പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത് പൊതുവെ. അപ്പോൾ കഥ ഒട്ടും ചേരാത്ത ഈ മർദ്ദന മുറകളെല്ലാം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യാന്നൊക്കെ പറയുന്നത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ. പുള്ളിയുടെ മകളാണ് ജയഭാരതി. അങ്ങനെ ഈ സഖാവിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ ജയഭാരതി വെറുതെ ജയിലിൽ കിടക്കുമല്ലോ, സെല്ലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ബോറടിച്ച് കിടക്കുമല്ലോ എന്ന് കരുതിയിട്ട് വായിക്കാനായിട്ട് കൊടുത്തു വിടുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ കൂട്ടത്തിൽ കൊടുത്തു വിടുന്ന ഈ ശ്രീധരനെ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ ചാടാനായിട്ട് സഹായിക്കാനുള്ള ചില ഒത്താശകൾ ജയഭാരതി ചെയ്തു കൊടുക്കുകയാണ്. അത് വന്ന് ശ്രീധരൻ ജയിലിൽ ചാടിയതിൻ്റെ ഫലമായിട്ട് പുള്ളി രക്ഷപ്പെട്ടു പോയല്ലോ. അപ്പം അടൂർഭാസിയുടെ, അതായത് പാഞ്ചാലി രാമൻ നായരുടെ ചുമതലയിലുള്ള അവസ്ഥയിലാണ് ഈ ശ്രീധരൻ ജയിലിൽ ചാടിപ്പോയത്. അങ്ങനെ പുള്ളിയുടെ പണി തെറിച്ച് ഇതാകെ പ്രശ്നമാകും. അവസാനം ഇയാൾക്ക് ഇത് പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള സ്റ്റേജാകും. പുള്ളി പണി പോയിട്ടും മറ്റ് ചില പോലീസുകാരുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ശ്രീധരനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവിടെ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ശ്രീധരൻ പോകുന്ന കൂട്ടത്തിൽ ശ്രീധരൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മറ്റൊരു സഖാവുണ്ട്.
സാം എന്ന് പേരുള്ള ഒരു നടനാണ് അത് അഭിനയിച്ചത്. സാമിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാം. വേറെ ചില പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ പടങ്ങൾ പറയുമ്പോൾ ആ പടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. സാം വളരെ നന്നായിട്ട് ചെയ്ത ഒരു വേഷമായിരുന്നു സാമിൻ്റേത്, ഈ കൂട്ടത്തിൽ പോകുന്ന. അപ്പൊ ഈ പാഞ്ചാലി രാമൻ നായർ ഇവരെ പിടിക്കാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ സാമിൻ്റെ ഒരു കുത്തേറ്റ് പാഞ്ചാലി രാമൻ നായർ മരിച്ചു. അതായത് ജയഭാരതിയുടെ അച്ഛൻ മരിച്ചു പോകും. അപ്പൊ ജയഭാരതിയൊക്കെ അച്ഛനും ഇല്ല, വേറെ ആരും ഇല്ല എന്നുള്ളൊരു സ്റ്റേജിൽ ജയഭാരതിയുടെ ഉത്തരവാദിത്വം ഈ ശ്രീധരൻ ഏറ്റെടുക്കേണ്ടി വരുവാണ്. അതായിരുന്നു ജയഭാരതിയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാരണം. ഈ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. തികച്ചും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ഇയാളെ ജയിലിൽ ചാടി വന്നിട്ട് ടൂറിസ്റ്റ് രാജമ്മയുടെ വീട്ടിൽ വരുമ്പോൾ അവളാണ് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മിക്കല്ലിൽ വെച്ച് അതിൻ്റെ ആ കല്ല് വെച്ചിട്ടൊക്കെ ഇടിച്ചിട്ടൊക്കെയാണ് ഈ കൈയുടെ വിലങ്ങിൻ്റെ ഇത് അഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അഴിച്ചിട്ട് ഇയാളെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കുന്നതൊക്കെ, അങ്ങനെ സഹായിക്കുന്നതുമൊക്കെ അങ്ങനെയുള്ള. അപ്പം അത് തന്നെയല്ല, ഇയാളുടെ ശ്രീധരൻ്റെ അമ്മാവൻ്റെ മോളാണ് ഈ രാജമ്മ എന്ന് പറയുന്നത്. രാജമ്മ മുറപ്പെണ്ണായിട്ട് വരും. മുറപ്പെണ്ണിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സ്നേഹം അല്ലെ ഒരു ആരാധന, പ്രണയം എന്ന് പറയുന്നത് ഈ മത്സ്വാറിൻ്റെ അടുക്കൽ, ഈ ശ്രീധരൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രേമം നടക്കാതെ പോകുന്ന മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വന്നിട്ട് ഇവർ സെപ്പറേറ്റഡ് ആവുകയാണ്. ആ ഒരു ഇതാണ് ഇവളെ ഈ വിധിവൈപരീത്യം കാരണം ഇങ്ങനത്തെ ഒരു തൊഴിലിലേക്ക് എത്തിക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ ജയിലിൽ ഇയാളെ ഒളിച്ചിരിക്കുന്ന ഇയാളെ പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഒന്ന് കുഴഞ്ഞൊക്കെ കാണിച്ചിട്ട് ടൂറിസ്റ്റ് രാജമ്മ എവിടെയെങ്കിലും ഇല്ല, വേണേ കയറി പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരില്ല പരിശോധിക്കാതെ പോവുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കഥയിൽ അവസാനം വന്നിട്ട് ഇയാളുടെ ശ്രീധരന്റെ ഒരു ദാരുണമായിട്ടുള്ള അന്ത്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ മോക്ഷത്തിനല്ല പാർട്ടി, ഭരിക്കാനാണ്. അയാളുടെ മനസാക്ഷിക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല, ജനസ്വാധീനമാണ് വേണ്ടത് എന്നാണ് ഇതിലെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ പറയുന്നത്. അതിൻ്റെ മുമ്പിൽ ശ്രീധരന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അയാള് സമൂഹത്തിൽ നിലയില്ലാത്തൊരു പെണ്ണിന്റെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവം ഇല്ലാതെ. അന്ന് വിവാഹം കഴിക്കാന്ന് പറയുന്നത് പോലും ഒരു കുഴപ്പമുള്ളൊരു കാലമാണ്. പാർട്ടി സഖാക്കൾ അങ്ങനെ ഉയർന്ന സ്ഥാനത്തേക്ക് വരുന്ന ഒരു കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ കാരണമാണ് ഇത് അവസാനം ശ്രീധരന്റെ ഒരു പതനത്തിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ സത്യന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരുടെ ഒരു ഫ്രണ്ടാണ്, സുഹൃത്താണ്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ മണ്ടത്തരങ്ങൾ, ഈ പാർട്ടിയുടെ പേരിൽ നടത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ്, യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ഇവരെ കണക്കറ്റ് കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സത്യന്റെ വേണു എന്ന് പറയുന്ന കഥാപാത്രം. ഇദ്ദേഹം പക്ഷേ വളരെ സിൻസിയറായിട്ട് ഈ കൂട്ടുകാരുടെ പാർട്ടിയോട് വളരെ കൂറുള്ള, ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം താല്പര്യമുള്ള, കൂറുള്ള, പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള ഒരു വ്യക്തിയെ കളിയാക്കുമെങ്കിലും. അപ്പൊ ഈ കൊലപാതകം പാഞ്ചാലി രാമൻ നായരെ സാം എന്ന് പറഞ്ഞാൽ കൊന്നെന്ന് പറഞ്ഞല്ലോ, ഇയാൾ കൊന്നിട്ട് വരുമ്പോൾ ഇയാളെ രക്ഷപ്പെടുത്തേണ്ടത് സത്യന്റെ ആവശ്യമായിട്ട് വരുന്നത്. സത്യൻ അവസാനം സുഹൃത്തിന് വേണ്ടിയിട്ട് വലിയ ത്യാഗം ചെയ്യുകയാണ്. സുഹൃത്ത് ചെയ്ത കൊലപാതകം, അതായത് സാം ചെയ്ത കൊലപാതകം സ്വയം ഏറ്റെടുത്തിട്ട് പുള്ളി ജയിലിൽ പോവുകയാണ്. അങ്ങനത്തെ ഒരു ത്യാഗവും കൂടെ ചെയ്യുന്ന ഒരാളായിട്ടാണ്. ചെറിയൊരു വേഷമാണ്, പക്ഷെ സത്യൻ അത് ഗംഭീരമായിട്ട് ചെയ്തു. പാഞ്ചാലി രാമൻ നായർ ഗംഭീരമായിരുന്നു, മധു, ഷീല, ജയഭാരതി ഇവരെല്ലാം നല്ല ഗംഭീരമായിട്ട്. ഇതിൻ്റെ അകത്ത് ശങ്കരാട്ടിയുടെ നല്ലൊരു വേഷമുണ്ട്, നീർക്കുന്ന നീലാംബരൻ എന്ന് പറഞ്ഞിട്ട്. പാർട്ടിയുടെ ഒരു ബുദ്ധിജീവിയായിട്ട് വന്നിട്ട് പിന്നെ പുള്ളി പലയിടത്തും പോയിട്ട് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക, ഒറ്റ കൊടുക്കുക, ചില കൂട്ടിക്കൊടുക്ക പരിപാടികളുണ്ട്. ഇവിടെ പറഞ്ഞത് അവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ കൊണ്ട് പറയുക, അവിടെ കേട്ടത് ഇവിടെ കൊണ്ട് പറയുക, ഇങ്ങനെ പാർട്ടി ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുകയൊക്കെ ചെയ്യുന്ന നീർക്കുന്നം നീലാംബരൻ എന്ന് പറഞ്ഞ പേരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു ക്യാരക്ടറുണ്ട് ശങ്കരാടി ചെയ്തത്. അങ്ങനെ രസകരമായിട്ടുള്ളൊരു പടമായിരുന്നു. പക്ഷെ വലിയ സാമ്പത്തിക വിജയം ഇതൊന്നും നേടിയില്ല. കാരണം ഈ സത്യന്റെ മരണത്തോടു കൂടി എനിക്ക് തോന്നുന്നതിൻ്റെ അകത്ത് അന്ന് വായിച്ചിരുന്നു, അങ്ങനെ കുറെ കഥാഗതിയിൽ കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നിരുന്നു. പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ട വേറൊരു വലിയ ഘടകം എന്ന് പറഞ്ഞാൽ ഇതില് വയലാറാണ് പാട്ടുകൾ എഴുതിക്കുന്നത്. 3-4 പാട്ടുണ്ട്. വയലാർ എഴുതി, ദേവരാജ മാഷ് ഈണം പകരുവാണ്. അതിൽ ഒരു പാട്ട്, 3 പാട്ടാണ് വയലാറിൻ്റെ. ഒരു പാട്ട് എഴുതിയിരിക്കുന്ന OV ഉഷയാണ്. OV ഉഷ എന്ന് പറയുന്നത് നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസകാരൻ, ധർമ്മപുരാണവും ഗുരുസാഗരവും ഒക്കെ ചെയ്തിരിക്കുന്ന OV വിജയൻ, ലോകപ്രസിദ്ധ കാർട്ടൂണിസ്റ്റ്, മഹാപ്രതിഭാശാലിയായിട്ടുള്ള OV വിജയന്റെ സഹോദരി, കവയിത്രി എന്നുള്ള പേരെടുത്തിട്ടൊക്കെ ഉള്ള ആളാണ്. നമ്മുടെ KS സേതുമാധവൻ സാറിൻ്റെ ഒരു ബന്ധുവും കൂടിയാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ ഉഷയാണ് അതിലൊരു പാട്ട് എഴുതിയിരിക്കുന്നത്. ഉഷ എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു പാട്ട് കൂടി എഴുതിയിട്ടുള്ളെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് എഴുതില്ല, മലയാള സിനിമയ്ക്കാണ് നഷ്ടം. എന്ത് മനോഹരമായിട്ടുള്ളൊരു ഗാനമായിരുന്നു അറിയോ ഇതിലെ. ആരുടെ മനസ്സിലെ
ഗാനമായി ഞാനേതൊരു ഹൃദയത്തിൻ ധ്യാനമായി ധ്യാനമായി. അതിമനോഹരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വളരെ വളരെ ലളിതമായിട്ടുള്ള പക്ഷെ വളരെ കാവ്യാത്മകമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഒരു പ്രേമിക്കുന്ന ഒരു പ്രണയിനിയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ മനസ്സ് മുഴുവൻ ആ പടം കാണുമ്പോൾ പിന്നീട് റേഡിയോയിലൊക്കെ വരുന്ന സമയത്ത് ഒന്ന് കണ്ണടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇതിൽ ജയഭാരതിയാണ് വേഷം ചെയ്യുന്നത്. ഈ പെൺകുട്ടി നമ്മളോട് വളരെ അടുത്ത് സംവദിക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വരികളായിരുന്നു ശ്രീമതി ഉഷ രചിച്ചത്. അത് ദേവരായ മാഷ് നല്ല ഗംഭീരമായിട്ട് ട്യൂൺ ചെയ്യുകയും ചെയ്തു. ഏതൊരു പൊയ്കയിലെ തെളിനീരിന്നലകളിൽ നെയ്തലാമ്പലായി ഞാൻ വിരിഞ്ഞുപോയി. ഏതു നീലവാനിലെ ഇന്ദ്രനീലക്കാട്ടിലെ പീലി നിവർത്തി നിൽക്കും മയൂരമായി മയൂരമായി. ആരുടെ മനസ്സിലെ ഗാനമായി ഞാനേതൊരു ഹൃദയത്തിൻ ധ്യാനമായി ധ്യാനമായി. വളരെ ഇന്നും ആ പാട്ടിറങ്ങിയിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എത്ര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു പാട്ടാണെന്നറിയോ. പിന്നെ അതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ യേശുദാസിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു അസലൊരു ഗംഭീര ഒരു കോമ്പോസിഷൻ ഉണ്ട്. പുഷ്യരാഗ മോതിരമിട്ടൊരു പുലരി കതിർ പോലെ. നല്ലൊരു പാട്ടാണ്. രാഗമാലിക പല രാഗങ്ങളിലായിട്ടോ 2-3 രാഗങ്ങളിലായിട്ടാണ് ആ പാട്ട് ദേവരായ മാഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു സർപ്പം പാട്ട് പോലത്തെ ഒരു പാട്ടുണ്ട്. അലകടലിൽ കിടന്നൊരു നാഗരാജാവ് പുറകടലിൽ കിടന്നു. അങ്ങനെ ഒരു ബ്രഹ്മാനന്ദൻ ബ്രഹ്മാനന്ദനും മാധുരിയും കൂടെ ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഇതിലേറ്റവും വളരെ വിപ്ലവ വീര്യം ഉൾക്കൊണ്ട ഗംഭീര ഒരു വിപ്ലവ ഗാനമുണ്ട്. ഞാൻ നമ്മുടെ അനുഭവങ്ങൾ പാളിച്ചകൾ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. അതിൽ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ അങ്ങനെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ വളരെ വിപ്ലവീര്യം ഉള്ള നല്ലൊരു ഇടയ്ക്കൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഇതിലൊക്കെ കേൾക്കാറുണ്ടായിരുന്ന മൈക്കിൽ വെക്കാറുണ്ടായിരുന്നൊരു പാട്ടാണ് ഇൻകുലാബ് സിന്ദാബാദ്. ഇന്ത്യൻ സമരഭടന്മാരാദ്യമുയർത്തിയ മുദ്രാവാക്യം, സ്വന്തം ചോരയിൽ മർദ്ദിത കോടികൾ എഴുതിയ മുദ്രാവാക്യം, നമ്മുടെ മുദ്രാവാക്യം ഇൻകിലാബ് സിന്ദാബാദ്. വയലാറും ദേവരായനും കൂടെ പോരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു, ഒരു വിപ്ലവ ഗാനമായിരുന്നു അത്. അപ്പം ഇങ്ങനെ വളരെ നല്ല കുറേ ഘടകങ്ങളുള്ളൊരു ചിത്രമായിരുന്നെങ്കിലും എന്തുകൊണ്ടോ സാമ്പത്തികമായിട്ട് വലിയ വിജയമൊന്നും നേടിയില്ല. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഇത് യൂട്യൂബിലോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പടത്തെക്കുറിച്ച് ഒരറിവും കിട്ടാനില്ല. ഇതിൻ്റെ ഇത് തപ്പിയാൽ ഒരു ഷോട്ടോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കഥ ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. ശരി.